ഹായ് ഹലോ. ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങൾ കൂട്ടുമാതുക്കൽ പാലത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ. ആദ്യം ഞങ്ങൾ പ്രൂഫിയുടെ പുതിയ ഔട്ട്ലെറ്റിൻ്റെ വഴിയൊക്കെയാണ് പോയത്. അതിനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഞാനും ഏട്ടനും കുഞ്ഞും കൂടെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൂട്ടുമാതുക്കൽ പാലത്തിൽ പോകാമെന്ന്. അങ്ങനെ പാലത്തിൽ പോയതാണ്. അങ്ങനെ പാലത്തിൽ പോയി ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രാത്രിയിലൊക്കെ ആരെങ്കിലും കാണുമോയെന്നൊക്കെ സംശയമായിരുന്നു. പിന്നെ ഏട്ടൻ അവിടെ ചെന്ന് വീഡിയോ എടുപ്പൊക്കെ തുടങ്ങി. ഞാനും അവിടെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബാണ് അവിടെ. പാലത്തിൻ്റെ ഭംഗിയായാലും കായലിൻ്റെ ആ തണുപ്പും തണുത്ത കാറ്റും അങ്ങ് കുറേ മൈൻഡൊന്ന് റിഫ്രഷ് ആവുന്ന ഒരു ഫീലാണ്. അങ്ങനെ കുറേ നേരം ഞാനും ഏട്ടനും കുഞ്ഞും കൂടെ അവിടെ പാലത്തിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നടന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ അവിടെ ആ പാലത്തിൻ്റെ അങ്ങേ എൻഡിൽ ഒരു ചെറിയ കടയുണ്ട്, തട്ടുകട പോലെ. അവിടെ ചെന്ന് ഞങ്ങൾ കപ്പയും കക്കയിറച്ചിയും വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ കൊതിയായി. ഇത്രയും അഫോർഡബിൾ റേറ്റിൽ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് അത് പോയി കഴിക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ കായംകുളത്തുകാർ അവിടെ പോയി ഫുഡ് കഴിച്ചില്ലെന്ന് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. ടേസ്റ്റ് തന്നെയല്ല, നമ്മൾ സാധാരണക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റുമാണ്. അതാണ് എന്നെ കൂടുതൽ ഞെട്ടിച്ചത്. നല്ല രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാം, നല്ല വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം. റേറ്റ് കേട്ട് ഞെട്ടത്തുമില്ല. അപ്പോൾ നമ്മുടെ കായംകുളത്തുള്ളവർ, നമ്മുടെ ഓണാട്ടുകരയിലുള്ളവർ അവിടെ പോയി ഒന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോയി കഴിക്കാൻ പറ്റുന്നതും, അതുപോലെ എപ്പോഴെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നവർക്ക് അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ പോയി ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും രണ്ട് പ്രാവശ്യം വണ്ടി ഓടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇച്ചിരി നേരം കൂടെ നിന്നിട്ട് പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.